എടി കുഞ്ഞാപ്പൂ, അതിന്റെ മുകളിൽ നിന്നിട്ട് നല്ലോണം നനയണ്ട. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കോ. ഇതൊന്നും മിണ്ടാതിരുന്ന ചിന്നൂസേ, ഇനി പൊച്ചിട്ടിട്ടേ ഓനെ അറിയിപ്പിച്ചണ്ട. അല്ല ചിന്നു, നിന്റെ പട്ടുപാവടയൊക്കെ എവിടെ? എടി പെണ്ണെ, പട്ടുപാവട കിട്ടാൻ ഇങ്ങനെ മഴ കൊള്ളാനൊക്കെ പറ്റുമോ? ഇതാകുമ്പോ മഴ കൊണ്ടാലും കുഴപ്പമില്ല, വെയിലായാലും കുഴപ്പമില്ലല്ലോ. അതാ ഞാൻ ഈ ഡ്രസ് തന്നെ എടുത്തിട്ടത്. ഇതിന് എനിക്ക് പറ്റുള്ളൂ. അതെ അതെ, ചിന്നു യൂണിഫോം ഇതാണ്. ഇക്രു പെട്ടെന്ന് എവിടേക്ക് പോയി? ഇനിയിപ്പോ ഓൾക്ക് പൊടി കൊടുക്കാതെ ഇക്രു ഒറ്റയ്ക്ക് കലക്കി കുടിക്കോ? അതേതായാലും ഇക്രു ചെയ്യൂല. ഇക്രുവിന്റെ ചങ്കല്ലേ ഓലൊക്കെ. ഇക്രു എന്തായാലും ഓൾക്ക് കൊടുത്തിട്ട് കുടിച്ചോളൂ. ആ കാര്യത്തിൽ ഇച്ച് നല്ല ഉറപ്പുണ്ട്. ഇക്രു എന്തായാലും ഓൾക്കും കൊടുക്കും. ഇക്രു, ചെറുക്ക, ഞങ്ങൾ ഇപ്പൊ പോവട്ടോ. മഴ കൊണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത്. അമ്മ ചീത്ത പറയും. ഇക്രു, എന്റെ മമ്മി ഇപ്പൊ വിളി നടത്തും. എടി ചക്കി, അവൻ നമ്മളെ പറ്റിക്കായിരുന്നു തോന്നുന്നു. കാണിച്ചു കൊടുക്ക അവനെ. നമ്മൾ വെറുതെ മഴയും കൊണ്ട് ഡ്രസ് ഒക്കെ നനച്ചു. അവനിങ്ങോട്ട് വരട്ടെ, ശരിയാക്കുന്നുണ്ട് അവനെ. ദുഷ്ടൻ. ചക്കി, മീനു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? അതൊന്നുമില്ല പ്രിയേച്ചി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമില്ല പ്രിയേച്ചി. എന്നാലേ മഴ കൊള്ളാതെ ആ വീട്ടിനകത്തോട്ട് കേറിക്കേ. ഞങ്ങൾക്ക് നിറയെ ചൂടുകൂരിയാണ്. അപ്പോഴേ ഒന്ന് മഴ നനയാൻ പറഞ്ഞു മമ്മി. ചൂടുകുരു പോവാൻ മഴ നനയേ? ജലദോഷം പിടിക്കോട്ടോ, പനി വരും. അകത്തോട്ട് കേറ്. മുത്തശ്ശി പറഞ്ഞല്ലോ മഴ കൊണ്ടാലേ ചൂടൊക്കെ പോകും മേലത്തേന്ന്. അപ്പൊ ഞാനൊന്ന് ചൂട് കൊള്ളാൻ ഇറങ്ങിയതാ ഞങ്ങൾ രണ്ടാളും. മുത്തശ്ശി അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ നിങ്ങൾ അവിടെ നിന്നിട്ടേ മഴ കൊള്ളു. മഴ കൊണ്ടിട്ടേ നനഞ്ഞു കഴിഞ്ഞാലേ അകത്തേക്ക് വരണേ. ഞങ്ങൾ വന്നോളൂ പ്രിയേച്ചി. പ്രിയേച്ചി പോക്കോ, മഴ കൊള്ളണ്ട. വേഗം വേഗം പോയിക്കോ. ഞാനല്ലെങ്കിൽ മഴ കൊള്ളാനൊന്നുമില്ല നിങ്ങളുടെ പോലെ. ഞാൻ അകത്തേക്ക് പോവാ. ആ ചിന്നൊക്കെ എവിടെയാവോ? നിങ്ങൾ കണ്ടോ? അവളെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ആ പെണ്ണ തക്കടുവാവയൊക്കെ പാടെ എവിടെ പോയെന്നാവോ? മഴ മൊത്തം കൊള്ളുന്നുണ്ടാവും. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്ക് അടി കിട്ടും. അതാണ്, അവൾക്ക് അടിയുടെ കുറവ് നല്ലോണം ഉണ്ട് പ്രിയേച്ചി. രണ്ടടി കൊടുത്താൽ ശരിയായിക്കോളും. കൂട്ടത്തിൽ നിങ്ങൾക്കും തരാൻ പറയണം അമ്മനോട്. ചിരിക്കണ്ട രണ്ടാളും. പ്രിയേച്ചി, പ്രിയേച്ചി പോയിക്കോ, മഴ കൊള്ളും. ഞാൻ പോവന്നെ. അയ്യോ, പ്രിയേച്ചി വരുന്നോ? ഹാവൂ, ഭാഗ്യം, പ്രിയേച്ചി പോയി. ആ ഇക്രൂനെ അതിനെ കാണാനല്ലോ. മഴ കൊണ്ടത് മെച്ചം. ഇനിയിപ്പോ അമ്മൂമ്മ വരുമോ? അപ്പൊ നമ്മളോട് മഴ കൊള്ളാൻ പറഞ്ഞിട്ടില്ലാന്ന് പ്രിയേച്ചിനോട് പറയൂലേ? നമുക്ക് അകത്തേക്ക് പോകാം. അവനെ കാണാനൊന്നുമില്ല. അവിടെ ഒന്നും നടക്കണില്ലയോ? ഇതൊന്ന് സബൂറാകു, ഞാൻ പോ സബൂറാക്. ഇമ്മാതിരി മഴ പെയ്യുമ്പോ ഈ വെള്ളം എടുക്കാൻ പോയതാണോ? ഈ മഴ പെയ്യുമ്പോഴാണോ നിനക്ക് പച്ചവെള്ളം കുടിക്കാൻ പോയത്? ഇത് എന്താന്ന് വിചാരം? പച്ചവെള്ളമല്ല, പച്ചവെള്ളമല്ല. പിന്നെ ഇതെന്താ? ഇതെന്താന്ന് പറയട്ടെ. എന്താ പറ? ഇതാണ് നല്ല പവർ, പവർ. ആ പെണ്ണെ, ഈ വെള്ളം കുടിച്ചാലുണ്ടല്ലോ നമുക്ക് നല്ല ഉത്സാഹം ഉണ്ടാകും. എന്തൊക്കെയാ ഈ പൊട്ടും പറയണേ? അത് മാത്രമൊന്നല്ല, മുഖസൗന്ദര്യം. മുഖമൊക്കെ ഇങ്ങനെ വെളുത്ത് തൊടുത്ത് എന്ത് ഭംഗിയായിരിക്കും കാണാനേ. ആരെ പറഞ്ഞു നിന്നോട് പൊട്ടത്തരം? എടാ പൊട്ടാ, ഇക്രു, നിന്നെ ആരെ പറ്റിച്ചതാ? ഇക്രുവിനെ പറ്റിച്ചാലൊന്നും ആർക്കും അങ്ങനെ പറ്റൂല. പിന്നെ പിന്നെ നിനക്കിത് എവിടുന്നാ കിട്ടിയേ? കുടിക്ക്, വേഗം കുടിക്ക്. ഒന്നും മിണ്ടാതെ നിക്ക് ചിന്നൂസേ. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇപ്പൊ കൊഴാക്കുന്ന തോന്നണത്. പറ, കാര്യം പറ. ഇത് എവിടുന്നാ കിട്ടി? എവിടുന്ന് കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. എവിടുന്നാ? ആ ചിന്നൂനെയും കുഞ്ഞാപ്പൂനെയും തക്കടുപാവടെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് ഇവന്. എങ്ങനെ? നിങ്ങൾ രണ്ടാളും ഇതിന്ന് കുറച്ച് കുടിച്ചോ? എനിക്ക് ബാക്കി തന്നാ മതി. ഞങ്ങൾക്കൊന്നും വേണ്ട. ചിന്നും കുഞ്ഞാപ്പും ഒക്കെ തന്നതല്ലേ. ഓൾക്ക് വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടാവും. ചിന്നു പണി പാളിന തോന്നുന്നത്. ശരിക്കും പാളിയോ? അങ്ങനെ തോന്നുന്നത്. മഴ കൊണ്ടിട്ട് വെറുതെ ചെയ്യോ? വെറുതെ ജലദോഷം പിടിച്ചു കിട്ടും, അല്ലാതെ കാര്യമില്ല തോന്നുന്നു. അമ്മയുടെയും ചിലപ്പോ അടിയും കിട്ടും മഴ കൊണ്ടതിന്. ഇന്ന് നീ കേട്ടോ, ഇത് അവര് തന്നതൊന്നല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഊനി കട്ടെടുത്തതാണ്, കട്ടെടുത്തത്. കട്ടെടുത്തോ? എന്തിന്? ഉനക്ക് സുന്ദരനാവണ്ടേ? പക്ഷേ ഇത് കുടിച്ച് അങ്ങനെയൊക്കെ ഫലം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അവര് നിന്നെ പറ്റിച്ചതാകും. എടി പൊട്ടത്തി, അതിനിപ്പോ ഞാൻ ഇത് എടുക്കണത് ഓലിങ്ങനെ അറിയണേ? ഓല് ഞാനൊന്നും എടുക്കണ്ട, ആരെടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് പോയത്. അത് ഞാൻ അവര് കാണാതെ മെല്ലെ പോയി എടുത്തതാ. സത്യാണോ പറഞ്ഞത്? ഓല് പറഞ്ഞതാണോ അത്? എടി പൊട്ടത്തിയളെ, ഓലെ എന്റെ വീടിന്റെ അവിടെ നിന്നിട്ട് പറയണത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടതാ. അവരെന്നെ കണ്ടിട്ടില്ല, പൊട്ടന്മാര്. ഇന്നാ വേഗം കുടിച്ചോ, നിങ്ങൾക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ടാവും. പോരാത്തതിന് സൗന്ദര്യം ഉണ്ടാവും പറയണത്. ഇന്നത്താ കുടിച്ചു നോക്കട്ടെ.
ചിന്നുസേ ഏറ്റു. ഒന്ന് മിണ്ടാതിരിക്ക് പെണ്ണുങ്ങളെ കോളാക്കാതെ. ഇന്ന് കുടിച്ചോന്ന്. ഇന്ന് ചക്കി വേഗം കുടിച്ചോ. മതി മതി, ഇനി കുറച്ച് എനിക്കും തരും. അപ്പു, അപ്പുന് വേണോ? ഇച്ചൊന്നും വേണ്ട. പൊട്ടന്മാരും പൊട്ടത്തികളും ഒറ്റക്കങ്ങട് കുടിച്ചാ മതി. ഞാനൊന്നും കുടിച്ചൂല. ഇജ്ജ് കുടിച്ചണ്ട. ഇച്ച് ഒറ്റക്ക് നല്ല ശക്തിയും സൗന്ദര്യം ഒക്കെ ഉണ്ടായിക്കോട്ടെ. അന്നൊന്നും ആരും നോക്കണ്ട. ഇന്നെയാണ് എല്ലാരും നോക്ക. എടാ ഇക്രു, ഒന്ന് മെല്ലെ കുടിക്കടാ. വെള്ളം കുടിച്ചപ്പോ മിണ്ടാൻ പറ്റില്ലാന്ന് അറിയില്ലേ അപ്പു അനക്ക്? പതുക്കെ കുടിക്ക്. ഇക്രു, ഇനി കുറച്ച് ഞങ്ങൾക്കുണ്ടാ. ഇക്രു, എനിക്ക് വേണം. ഇന്ന കുടിച്ചോ. കുറച്ച് ചക്കിക്കും കൊടുക്കടി മീനു. അപ്പു, വേണമെങ്കിൽ കുടിച്ചോ, പിന്നെ കിട്ടൂല കേട്ടോ. ആ, കഴിഞ്ഞിട്ട് പിന്നെ കിട്ടില്ല എന്ന് പരാതി പറയരുതേ. എനിക്കൊന്നും വേണ്ടേ, നിങ്ങൾ ഒറ്റക്കട് കുടിച്ചോളി. ഇച്ച ആവശ്യത്തിനുള്ള സൗന്ദര്യമൊക്കെ ഉണ്ട്. ഇനി ഇതന്നെ മതി. ഇന്നാ ക്ലാസ് കൊണ്ടേ വെച്ചോ. ഹാവൂ, ഈ പെണ്ണുങ്ങൾ ക്ലാസ് എങ്ങനെ ബാക്കി തന്നല്ലോ. കുഞ്ഞപ്പൂ, ഓല് മുഴുവൻ തീർത്തു. അതെ അതെ, ഇനിയാണ് അംഗം. അടുത്ത പരിപാടി തുടങ്ങട്ടെ. എന്താ എന്താ മീനു? എന്താ ചക്കി? എന്താ ഇക്രു? എന്റെ വയറിൽ എന്തോ പോലെ. അപ്പോഴേ പറഞ്ഞത് ഞാൻ ഈ പൊട്ടന്മാരോട്, കണ്ണി കണ്ട വെള്ളം ഒന്ന് കുടിക്കാൻ നിൽക്കണ്ടാന്ന്. ഞാനൊന്നും ചെയ്തില്ല. എന്നാലേ ഞാൻ അങ്ങോട്ട് പോട്ടെ, പിന്നെ കാണാം. ഇങ്ങക്ക് വന്നതേ നിങ്ങള് കൂട്ടത്തോടെ അനുഭവിച്ചോളി. എടാ അപ്പു. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞതാ, വേണ്ട വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്. അപ്പു പോയി. അപ്പു, എടാ ഇക്രു, നീ എന്ത് പൊടിയാ കളിക്ക് തന്നെ? എടാ ഇക്രു, ഞങ്ങൾക്ക് എന്താ തന്നെ? നീ ഒറ്റക്ക് കുടിച്ചാ പോരാനോ? ചിന്നുവിന്റെ പണി ഏറ്റു. മമ്മി വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. മമ്മി, അയ്യോ എനിക്ക് വിശക്കുന്നേ. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും നോക്കാം. വിശക്കുന്നേ, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ട. എനിക്ക് കൂടി കൊണ്ടുവരാൻ പറ. എന്ത് പിള്ളേരെ ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ? പ്രീതി, എനിക്ക് വിശന്നിട്ട് വയ്യ പ്രീതി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇത്ര വിശപ്പ്? പ്രീതി, വേഗം കഴിക്കാൻ എന്തെങ്കിലും താ. ഞാൻ ആന്റിയോട് പറയട്ടെ. പ്രീതി, വേഗം കൊണ്ടുവാ, ഞങ്ങൾക്ക് വിശക്കണോ. ഇതെന്താ ഇവിടെ തന്നെ ഇരുന്നോ? അകത്തേക്കൊന്നും കയറുന്നില്ലേ? ഇത് എന്ത് ചക്കി? ഇത് ഞാൻ കഴിച്ചോണ്ട്. ഇവർക്ക് കഴിക്കാനേ വേറെ കൊണ്ടുവന്ന് കൊടുത്ത പ്രിയച്ചി. ഇതൊക്കെ നീ കഴിക്കോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് ഞാൻ എല്ലാവർക്കുമായിട്ട് കൊണ്ടുവന്നതാ. പ്രീതി വേറെ എടുത്തിട്ട് വാ. പ്രിയച്ചി ഞങ്ങൾക്കും കൊണ്ടുവാ. എനിക്ക് വേണം, നന്നായി വിശക്കുന്നു. അത് പൊളിച്ചിട്ട് അകത്ത് തീമർത്തു. പ്രിയച്ചി വേഗം കൊണ്ടുവാ. ഈ കുട്ടികൾക്ക് ഇപ്പൊ എന്താ ഭ്രാന്തായോ? എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയ ഫുഡാണ് അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പോണത്. പ്രിയച്ചി, ഇത് കൊണ്ടുവരാ. ചക്കി, എനിക്കൊത്തിരി താടി. ഇല്ല മീനു, ഇത് എനിക്കൊറ്റക്കാ. നിനക്ക് വേറെ കൊണ്ടുവരുമ്പോ കഴിച്ചോ. എന്തേ ആർത്തിയടിച്ചു ആ പെണ്ണുങ്ങൾക്ക്? പിന്നെ ആർത്തില്ലാതിരിക്കോ? അമ്മാതിരി മരുന്നല്ലേ ആ വയറിനകത്ത് പെട്ടേക്കുന്നേ. ഈ ബിരിയാണി